ഒരു ജെന്റിൽമാൻ ഗെയിമാണ് തിരഞ്ഞെടുപ്പ് എന്ന് നമ്മളെ കാണിച്ച ഒരുപാട് സ്ഥാനാർത്ഥികൾ ഈ തിരഞ്ഞെടുപ്പിലുണ്ട്. അതിലൊരാളാണ് നേമത്തെ നമ്മളുടെ പ്രിയപ്പെട്ട കെ ശബരിനാഥ്. കെ ശബരിനാഥ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. കെ ശബരിനാഥ്, വെരി ഗുഡ് മോർണിംഗ്, ഓൾ ദ ബെസ്റ്റ് ഇൻ അഡ്വാൻസ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു ഡോക്ടർ. ഒരു ടെൻഷൻ ഉണ്ടോ, നെഞ്ചിലിപ്പ്? ഞാൻ നേരത്തെ മുഹമ്മദ് റിയാസിനോട് ചോദിച്ചതാ, ഇപ്പൊ ടെലിസ്കോപ്പ് വെച്ചാൽ പഞ്ചാരി മേള ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും ലാസ്റ്റ് ദിവസം ഒരു വലിയ ടെൻഷൻ ഉണ്ട്. അതില്ല എന്ന് പറയുന്നതൊക്കെ ഒരു അഭിനയമാണ്. ഇതിന്റെ പ്രശ്നം എന്നാണെന്നറിയാമോ, നമ്മൾ ഈ ലാസ്റ്റ് ദിവസം സമയം പോകാൻ ഭയങ്കര ലാഗാണ്. കാരണം ലാസ്റ്റ് ദിവസത്തെ 24 മണിക്കൂർ എന്ന് വെച്ചാൽ ഒരാഴ്ച പോലെ. പ്രത്യേകിച്ച് രാവിലെ 6 മണിയായിട്ട് 8-8:15 വരെ ഫസ്റ്റ് റൗണ്ട് വരുന്നവരുണ്ടല്ലോ, ഭയങ്കര ലാഗാണ്. ടെൻഷൻ അടിച്ച് നമ്മൾ വല്ലാതാവുന്ന ഒരവസ്ഥയാണ്. പക്ഷെ തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ടാകുമല്ലോ അഭിനയിക്കുന്നതിൽ. തീർച്ചയായിട്ടും എല്ലാവർക്കും, എല്ലാ സ്ഥാനാർത്ഥികൾക്കും ടെൻഷൻ ഉണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങിയോന്ന്? ഉറക്കമൊന്നും കുഴപ്പമില്ല. ഉറങ്ങി എണീറ്റ് രാവിലെ ഇപ്പൊ ഫീൽഡിൽ പോകാൻ തുടങ്ങുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ട്. സ്വാഭാവികമല്ലേ, കാര്യങ്ങൾ നന്നായിട്ട് വരുന്നുള്ള പൂർണ്ണ വിശ്വാസം. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് സംസാരിച്ചല്ലേ ശ്രീ ശബരിനാഥ്, ഇപ്പൊ നേമത്ത് നല്ല മത്സരമാണ് കേട്ടോ. അങ്ങയുടെ ഒരു വരവും കൂടി വന്നപ്പോഴാണ് ആ മത്സരത്തിന്റെ എങ്ങനെ പ്രവചനാതീതമായിട്ട് അങ്ങ് മാറി. അല്ലെങ്കിൽ ആ മത്സരം LDFും NDAയും എന്ന മട്ടിലാണല്ലോ അത് ക്യൂറേറ്റ് ചെയ്യപ്പെട്ടത്. ശബരിനാഥ് കൂടി വരുന്നതോടുകൂടി ഒരു ത്രികോണ മത്സരത്തിന്റെ ശക്തമായൊരു പ്രതീതി അവിടെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഒരു ത്രികോണ മത്സരം അവിടെ നടന്നു അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാൻഡിഡേറ്റ് വരുന്ന സമയത്തൊക്കെ എല്ലാ ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ LDF വേഴ്സസ് BJP എന്ന് പറഞ്ഞതാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഇലക്ഷൻ പോളിംഗ് ഡേ 6 മണി കഴിയുമ്പോഴേക്കും അവിടുത്തെ ജനങ്ങളുടെയും പൊതുവേ ഉള്ളൊരു ഫീഡ്ബാക്ക് ഏറ്റവും കഠിനാധ്വാനം ചെയ്ത സ്ഥാനാർത്ഥി UDFൻ്റെ സ്ഥാനാർത്ഥിയാണെന്നും ഫീൽഡിൽ വളരെ നല്ല ഒരു വർക്ക്, ഇതുവരെ കാണാത്ത ഐക്യത്തോടുള്ള വർക്ക് UDFൻ്റെ ഉണ്ടായിട്ടുണ്ട്. വലിയ പോസിറ്റീവ് റെസ്പോൺസും ഉണ്ടായിട്ടുണ്ട്. മാക്സിമം വീടുകൾ കയറാൻ നമ്മൾ നോക്കി. പ്രവർത്തകരും അലേർട്ടായിരുന്നു. നമ്മുടെ എല്ലാ ബൂത്തുകളിലും നമുക്ക് ഇൻ ഏജൻറ്റുമാരും ഔട്ട് ഏജൻറ്റുമാരും ഒക്കെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടീം വർക്കിൽ വലിയ കോൺഫിഡൻസ് നമുക്കുണ്ട്, ജനങ്ങൾക്കുമുണ്ട്. ഇലക്ഷന് ശേഷം ആളുകളോട് സംസാരിക്കുമ്പോഴൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് വരുന്നുണ്ട്. ഈ നിയമത്തെ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പക്ഷേ കഴിഞ്ഞൊരു 3-4 ഇലക്ഷൻ്റെ ഒരു സ്റ്റൈൽ വെച്ചായിരിക്കാം ഒരു അസംഷൻ വെക്കാറുണ്ട്. ഇന്ന മേഖല എന്ന് വെച്ചാൽ BJP വോട്ടുകൾ, ഇന്ന മേഖല എന്ന് വെച്ചാൽ LDF വോട്ടുകൾ. അങ്ങനെയല്ല, ഇവിടെ എല്ലാവർക്കും ഉള്ള വോട്ടുകളുണ്ട്. അത് നാളെ വോട്ടിംഗ് കൗണ്ടിങ് തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കിയോളും. അവിടെ കൃത്യമായിട്ടൊരു സ്പേസ് UDFനും കോൺഗ്രസിനും ഈ നഗരത്തിൽ ഉള്ളതുപോലെ തന്നെ നിയമത്തുമുണ്ട്. അത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ഈ ശബരിനാഥ്, ഒരു എക്സ് ഫാക്ടർ ഉണ്ടെങ്കിൽ നിയമത്ത് അതെന്തായിരിക്കും എന്നാണ് താങ്കളുടെ ഒരു അനാലിസിസ്? ഒരു എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് വിജയിപ്പിക്കാൻ ആവശ്യമായ അതൊരു പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ പരാജയപ്പെടാൻ ആവശ്യമായിട്ടുള്ളൊരു കാര്യവുമാവാം. ആ എക്സ് ഫാക്ടർ എങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്യും എന്നതിനനുസരിച്ചായിരിക്കും നിയമം ചിന്തിക്കുക. അങ്ങനെ ഒരു ഫാക്ടർ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും? അത് ജയിക്കാനാണെങ്കിലും പരാജയപ്പെടാനാണെങ്കിലും. ഞാനതിൽ എൻ്റെ കണ്ണിൽ UDFിൻ്റെ കണ്ണിൽ നിന്ന് കാണുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വോട്ട് വാങ്ങാൻ കഴിവുള്ളത് UDFനാണ്, UDFൻ്റെ സ്ഥാനാർത്ഥിക്കാണ്. അത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതായത് സമുദായ സമവാക്യങ്ങൾ ആണ് അവിടുത്തെ എക്സ് ഫാക്ടർ. ആ സമുദായ സമവാക്യങ്ങൾ UDFനെ സംബന്ധിച്ച് ഒരു ഓപ്പൺ ഗേറ്റ് ആണ് എന്നുള്ളത് കൊണ്ട് അത് UDFിലേക്ക് വരും എന്നുള്ളതാണ് ശബരിനാഥ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാ കഴിഞ്ഞ തവണ 36,000. ഞാനതിനെ കേവലം സമുദായമായിട്ട് കാണുന്നില്ല. അതെ, അതൊരു കേവലം ഒരു സമുദായ സമവാക്യമായിട്ട് ഞാൻ കാണുന്നില്ല. നിങ്ങൾ നേമത്ത് വിവിധ സോഷ്യോ ഇക്കണോമിക് ക്ലാസ്സുള്ള ആളുകളാണ്. ഇപ്പോൾ പൂജപ്പുരയിലെ വളരെ അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഫാമിലീസ് മുതൽ നമ്മുടെ ഈ വെള്ളാറൊക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾ വരെയുള്ള ഒരു നഗരത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. ആ നഗരത്തിൻ്റെ പരിച്ഛേദത്തിൽ എല്ലാവരിലേക്കും എത്തിക്കഴിയാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് UDFൻ്റെ മാനിഫെസ്റ്റോ അടക്കം വളരെ സീരിയസ് ആയിട്ട് ആളുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ രാഷ്ട്രീയ നിലപാടുകൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി SDP-യുടെ വോട്ട് വേണ്ടാതൊരിക്കലും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം വീണ്ടും അത് വേണമെന്ന് പറഞ്ഞു. അതൊക്കെ ഒരു ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ BJPയുടെ ഒരു തരത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള എന്താ പറയുക ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സും ഒരു റിലിജിയൻ പൊളിറ്റിക്സും BJP കളിക്കുമ്പോൾ അതിൻ്റെ ഒരു തീവ്രവശത്തേക്ക് LDF സ്ഥാനാർത്ഥി പോയെന്നുള്ളത് ഇടതുപക്ഷക്കാരോട് ചർച്ച ചെയ്തിട്ടുണ്ട്. അത്രയും പറയുന്നത്. അതുകൊണ്ട് എല്ലായിടത്തേക്കും എനിക്ക് പറഞ്ഞില്ല ഇന്ന വിഭാഗത്തിൻ്റെ മാത്രം വോട്ട് പോയെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടില്ല. എല്ലാവരുടെയും വോട്ട് വേണം, എല്ലാവരായിട്ടും നല്ല ബന്ധമുണ്ട്. ഞാൻ പിന്നെ ഇവിടുത്തെ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി വരും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ശ്രീ K മുരളീധരന് ലഭിച്ച ഒരു വോട്ട് ഒരു വലിയ വോട്ടാണ്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ 13 ദിവസം കൊണ്ടാണ് ഇത്രയും വോട്ടിലേക്ക് എത്തിയത്.
അതിൻ്റെ മുകളിലോട്ട് UDF പോകാൻ പറ്റും എന്നുള്ള വിശ്വാസം കൂടി നമുക്കുണ്ട്. ഈ നിയമത്തെ കണക്കുകൾക്കിടയിൽ ചില ഫൈൻഡിങ്സ് ഉണ്ട്, അതാണ് എനിക്ക് നൽകുന്ന ഒരു വിശ്വാസം. പക്ഷെ അപ്പോഴും ഈ NDA കണ്ടമാനം പണം അവിടെ ചെലവാക്കി എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ ചില ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ 19 വാർഡുകളോ മറ്റോ അവിടെ NDAക്ക് ഉണ്ട് താനും കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ. അതൊരു വലിയ വെല്ലുവിളിയാണോ ശബരിനാഥ്? ഏറ്റവും വലിയ വെല്ലുവിളി തീർച്ചയായിട്ടും NDAയുടെ പണമൊഴുക്ക് തന്നെയാണ്. കാരണം അവരുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് മത്സരിക്കുന്നു, അവർ ഇന്ത്യയിൽ ഭരിക്കുന്ന പാർട്ടിയാണ്. പണമെന്ന് വെച്ചാൽ എനിക്കൊന്നൊരു ലോക്സഭാ ഇലക്ഷന് ചിലവാക്കേണ്ട പണം നിയമസഭാ ഇലക്ഷന് ചിലവാക്കിയെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പോഴും പല സ്ഥലങ്ങളിലും അവരുടെ ബോർഡുകൾ കെട്ടാതെ അവിടെ നമ്മൾ ഈ നാടൻ ഭാഷ പറഞ്ഞാൽ പറമ്പിലൊക്കെ വെച്ചേക്കുകയാണ്. എന്നുവെച്ചാൽ പല സ്ഥലങ്ങളിലും പല 50-100 ഫ്ലെക്സുകൾ ഉപയോഗിക്കാതെ കെട്ടാതെ മാറ്റി വെച്ചിരിക്കുകയാണ്. അത്രത്തോളം ഞാൻ പറഞ്ഞില്ല, ഒരു ലോക്സഭയ്ക്ക് ഇറക്കേണ്ട മെറ്റീരിയലാണ് നിയമസഭയിൽ ഇറക്കിയത്. പക്ഷേ ജനങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ആ തരത്തിലുള്ള പൊളിറ്റിക്സ് വേണോ അതോ കൂടുതൽ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് വേണോ, ഇവിടെയൊക്കെ ഉള്ള ആളുകൾ വേണോ എന്നുള്ള ഒരു കാര്യം ജനങ്ങൾ തീരുമാനിച്ചു എന്നാണ് വിശ്വാസം. എന്തായാലും നാളെ നമുക്കൊരു ഫസ്റ്റ് റൗണ്ട് എണ്ണുമ്പോഴേ നമുക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും എങ്ങോട്ടാണ്. ഒരു കാര്യം കൂടി ശബരിനാഥ് ലേറ്റായിട്ട് എൻട്രി ചെയ്തൊരു കാൻഡിഡേറ്റ് ആണല്ലോ. മറ്റുള്ളവർ രണ്ടുപേരും ഏറെക്കുറെ അറിയാമായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാണ് വരുന്നത്. അപ്പുറത്താണെങ്കിൽ ശിവൻകുട്ടി അണ്ണനും സ്ഥാനാർത്ഥിയാവും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. അപ്പോൾ അങ്ങ് ലേറ്റായിട്ട് എൻട്രി ചെയ്തു എന്നുള്ളത് ഏതെങ്കിലും ഒരു തരത്തിലൊരു നെഗറ്റീവ് ആണോ? എനിക്കത് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഞാനതൊരു തൊട്ട് മുമ്പ് കോർപ്പറേഷനിലെ UDF മുഖമായി മത്സരിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഈ UDF ക്യാമ്പയിൻ്റെ ഭാഗമായി ഈ വാർഡുകളിലൊക്കെ അന്ന് കോർപ്പറേഷൻ ഇലക്ഷന് പോകുവാൻ എനിക്കൊരവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ നഗരത്തിൽ വളരെ ലൈവായിട്ട് ഇവിടെ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട്, ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ശാസ്ത്രമംഗലത്തെ വീടാണെങ്കിലും അതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു 500 മീറ്റർ പോകണ്ട നിയമമണ്ഡലം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെയുള്ള ഒരാളാണ്. അപ്രോച്ചബിൾ ആയിട്ടുള്ള എന്നെ ഇവിടെ നഗരത്തിൽ ഏത് ഭാഗത്തും വെച്ച് കാണാനൊക്കെ കഴിയും. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞത് ഒരു ഇൻട്രഡക്ഷൻ. പിന്നെ തീർച്ചയായിട്ടും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെയുള്ള ഒരു പേരും ഒരു ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യം വന്നില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അത് തീർച്ചയായിട്ടും പോസിറ്റീവ് ആവുമെന്നാണ് വിശ്വാസം. ഇതെല്ലാം ജനങ്ങളുടെ ദൈവത്തിൻ്റെ കയ്യിലാണ്. സോ ലെറ്റ്സ് ബി ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. നാളെ എവിടെ കൗണ്ടിങ് കാണാൻ പോകുന്നത്? പാർട്ടി ഓഫീസിലാണോ വീട്ടിലിരുന്നാണോ? അല്ലാതെ ഞാൻ രാവിലെ ഒന്ന് നമ്മുടെ കൗണ്ടിങ് സ്റ്റേഷനിലൊന്ന് പോയി എല്ലാവരെയും കണ്ടിട്ട് തിരികെ വീട്ടിൽ വരും. വീടിന് തൊട്ടപ്പുറത്താണ് KPC ഓഫീസ്. അപ്പോൾ വീട്ടിലും KPCC-ായിട്ടൊക്കെ അപ്പുറത്തുപുറത്ത് തന്നെ കാണും. കാരണം എല്ലാവരും KPCC-ായിരിക്കും ഉണ്ടായിരിക്കുന്നത്. തോറ്റാലും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മനസ്സൊന്ന് പാകപ്പെടുത്തി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഓൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ. അല്ല ഡോക്ടർ, എൻ്റെ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞല്ലോ, ഒന്നിലും അമിതമായി ഞാൻ അഭിരമിക്കുന്ന ഒരാളല്ല. അമിത ആഹ്ലാദവും അമിത വിഷമവും കാണത്തില്ല. പക്ഷേ എനിക്കൊരു വലിയ കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. വെളിയിൽ നിന്ന് കാണുന്ന ഒരു നിയമത്തിൻ്റെ ഒരു ഇക്വേഷൻ അല്ല അകത്തുള്ള ഇക്വേഷൻ. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം തന്നെ ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്ക് നിയമത്തെ സംബന്ധിച്ചിട്ടുണ്ട്. ശ്രീ ശബരിനാഥ്, അങ്ങേക്കൊപ്പം അങ്ങയുടെ ടെൻഷൻ പങ്കിടാൻ വേണ്ടി ഞാൻ നമ്മുടെ ശിവൻകുട്ടി അണ്ണനെ കൂടി ക്ഷണിക്കുകയാണ്. മിനിസ്റ്റർ V ശിവൻകുട്ടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, അങ്ങയുടെ കളത്തിലെ എതിരാളി. നിങ്ങളുടെ ആ 2 ചിത്രങ്ങളും ഉണ്ടല്ലോ, ആ വീഡിയോ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് കാണിച്ചിരുന്നു. മോഹൻലാൽ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് തോളിൽ കൈയിട്ടുകൊണ്ട് നിൽക്കുന്ന ആ ദൃശ്യമുണ്ടല്ലോ. ശിവൻകുട്ടി അണ്ണ നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഈ ശബരിനാഥ് പറയായിരുന്നു അവസാനത്തെ ദിവസമാകുമ്പോൾ ടെൻഷൻ ഇല്ലെന്നൊക്കെ പറഞ്ഞ ഒരു അഭിനയമാണ്, ചെറിയ ടെൻഷനൊക്കെ ഉണ്ടെന്ന് തുറന്നു പറയായിരുന്നു ശബരിനാഥ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എത്രയോ തെരഞ്ഞെടുപ്പുകൾ നേരിട്ടയാളാണ് ശിവൻകുട്ടി അണ്ണൻ. കോർപ്പറേഷൻ തലത്തിൽ മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം നേരിട്ടയാളാണല്ലോ ശബരിനാഥും. അത് തന്നെയാണ്, എക്സ്പീരിയൻസ്ഡ് ആണ് ശബരിനാഥ്. എങ്കിലും ഒരു ടെൻഷൻ ശബരിനാഥിനുണ്ട്. അപ്പോൾ ഒരേ പരീക്ഷയിൽ മത്സരിക്കുന്ന 2 പേരാണെങ്കിലും ശബരിനാഥിനോട് എന്താ പറയാനുള്ളത് ശിവൻകുട്ടി അണ്ണന്? അല്ല, നമുക്ക് ഈ ശബരിനാഥ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോട്ടെല്ലാം ആൾക്കാരെല്ലാം ബോക്സിലാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ നാളെ ഈ സമയത്താകുമ്പോഴെല്ലാം ഏതാണ്ട് പോസ്റ്റലോട്ടെല്ലാം കഴിയുമായിരിക്കും. സ്വാഭാവികമായിട്ട് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും എത്ര ധീരശൂര പരാക്രമിയാണെങ്കിലും ഒരു മത്സരത്തിന് പോവുകയല്ലേ, കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും. ജയിക്കുമോ തോക്കുമോ, കാരണം ജയവും തോൽവിയും ഉള്ളതായതുകൊണ്ട് ഒരു മത്സരമൊക്കെ ഉണ്ടാവില്ല. ആൾ പ്രൊപ്പോഷൻ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഞാനൊരു സാങ്കല്പിക ചോദ്യം അങ്ങ് ചോദിക്കുകയാണേ. അത് 2 പേരും കിട്ടിയോണ്ട് ചോദിക്കുക. 2 പേരും നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണല്ലോ. അതായത് ഇനി ആ മണ്ഡലത്തിൽ അങ്ങ് ജയിച്ചില്ലെങ്കിൽ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം ശ്രീ ശബരിനാഥ്?
അല്ല, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നില്ലെന്ന് ഇത്. നമ്മുടെ വിജയം നമ്മൾ പൂർണ്ണമായി പ്രതീക്ഷിക്കുക അതെ. എന്നുള്ള ലൈനിലാണ് നിൽക്കുന്നത്. മറ്റാരും ജയിക്കണം അങ്ങനെയാണെന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ തലേ ദിവസം, ഇലക്ഷന് മുമ്പ് ഇതൊക്കെ പറയാം. പക്ഷേ ഇലക്ഷന് പെട്ടിയിൽ വോട്ട് ആയതിനു ശേഷം ഞാൻ ഇന്നത് ശരിയല്ല. പക്ഷേ എന്തായാലും മേ ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് വിന്നത് ഞാൻ പറയുന്നുള്ളൂ. അത് ഞാനാവണമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് ശബരിനാഥ്. ഞാൻ ഇനി ശിവൻകുട്ടി ഏട്ടന് വേണ്ടി ഒന്ന് സംസാരിക്കട്ടെ. താങ്ക് യു. അപ്പോൾ നല്ല ചായയും കാപ്പിയൊക്കെ കുടിച്ച് ടെൻഷനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് പാട്ടൊക്കെ ഒന്ന് കേൾക്കുക. ഞാൻ അദ്ദേഹത്തെ മിക്കവാറും ഇപ്പോൾ ഒരു കല്യാണത്തിന് കാണും ഉച്ചയ്ക്ക് എന്നതിന്റെ വിശ്വാസം. ആണോ? ശിവൻകുട്ടി ഏട്ടൻ്റെ ശബരിനാഥും കൂടി ഒരു കല്യാണത്തിന് പോകുന്നുണ്ടെന്ന് കേട്ടു. അവിടുത്തെ കൗൺസിലറുടെ വീട്ടിലെ കല്യാണം ഉണ്ട്. ശബരി നമ്മുടെ കൊച്ചനുജന്റെ ഒരു പരിഗണനയിലുള്ളത്. ശബരിയോട് നമ്മുടെ ഒരു കൊച്ചനുജന്റെ പരിഗണനയാണുള്ളത് എക്കാലത്ത്. അല്ല, ഞാനതിനകത്ത് ഈ ശിവകുട്ടി അണ്ണൻ ഈ അപ്പൂപ്പൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. അതാണ് പുള്ളിയുടെ മോനും ഒക്കെ ഞാനായിട്ട് നല്ല കമ്പനിയാണ്. ഇടയ്ക്ക് ഒരു ദിവസം മകനെ ഞാൻ റോഡിൽ വെച്ച് ഇലക്ഷൻ ഇടയ്ക്ക് വെച്ച് കണ്ടായിരുന്നു. അപ്പം അല്ലാതെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പറഞ്ഞ പോലെ പാർവതി ആൻറ്റി ആണെങ്കിലും മോനാണെങ്കിലും ശിവകുട്ടി സാർക്ക് നല്ല നമ്മൾ ഒരു ഇലക്ഷൻ കൊണ്ട് ജയവരാജൻ കൊണ്ട് തീരുന്ന ബന്ധമല്ല, കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്. പിന്നെ രണ്ടുപേരും തിരുവനന്തപുരത്തുള്ള ആളുകളാണ്. അപ്പം എന്തായാലും എല്ലാവർക്കും പരസ്പരം ബെസ്റ്റ് ഓഫ് ലക്ക് പറയുന്നു. ഓക്കെ, താങ്ക് യു. ശിവൻകുട്ടി ഏട്ടൻ്റെ ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് ഉണ്ട്. അത് ശബരിനാഥിന്റെ വക. എനിക്കൊന്ന് ഈ മത്സരത്തിൽ കേരളം മുഴുവൻ കാണേണ്ട വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ജെന്റിൽമാൻ. താങ്ക് യു ശബരിനാഥ്, താങ്ക് യു. അപ്പോൾ കല്യാണമൊക്കെ കൂടി ഒന്ന് ഇരിക്കുക, ഇതിൽ ടെൻഷനൊന്നും വേണ്ട. നമ്മളൊക്കെ നാളെ ഉണ്ട് ഇവിടെ, കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും. അത് ശബരിനാഥിനൊപ്പം ഉണ്ടാവും, നമ്മുടെ ശിവൻകുട്ടി ഏട്ടനും ഒപ്പം ഉണ്ടാവും. അപ്പോൾ താങ്ക് യു ശബരിനാഥ്, താങ്ക് യു.